സാമുദായിക വിഭജനം ഉണ്ടാക്കിയെന്ന് വിമർശിച്ച് സമസ്ത മുഖപത്രം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPM സാമുദായിക വർഗീയത ഉണ്ടാക്കുന്ന പ്രചാരണം നടത്തിയെന്ന് സുപ്രഭാതം എഡിറ്റോറിയലിൽ വിമർശനമുണ്ട്. ഇത് മതേതര കേരളത്തിന്റെ മനസാക്ഷിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയെന്നും അർഹിക്കുന്ന അവജ്ഞയോടെ ഈ പ്രചാരണത്തെ ജനാധിപത്യ കേരളം തള്ളിക്കളഞ്ഞുവെന്നാണ് എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടുന്നത്. ബെൻസൺ ബാബു ഉണ്ട്. ബെൻസൺ, തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം പോലും ചർച്ചയായതായിരുന്നു ഈ സുപ്രഭാതത്തിലൊക്കെ വന്ന സരിനുമായി ബന്ധപ്പെട്ടുള്ള പരസ്യവും CPM കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ പ്രതികരണങ്ങളുമൊക്കെ തലേന്നാൾ പോലും ചർച്ചയായതാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പറയുന്നത് പോലെ, എഡിറ്റോറിയൽ പറയുന്നത് പോലെ ഇത് മതേതര കേരളമാണെന്നും ഇവിടെ ഈ വർഗീയ പരാമർശങ്ങളൊന്നും വർഗീയതയൊന്നും വിലപ്പോവില്ലെന്നും ജനം പോലും തിരിച്ചറിഞ്ഞതാണ്, ജനങ്ങൾ എഴുതി തള്ളിയതാണ്. ഇന്നത്തെ എഡിറ്റോറിയലിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചാ വിഷയങ്ങളുണ്ടായിരുന്നു, വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അവസാന ദിവസത്തിലാണ്, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ദിവസം 19-ാം തീയതിയിലെ നിശബ്ദ പ്രചാരണത്തിൻ്റെ അന്നാണ് ഇത്തരത്തിൽ സുപ്രഭാതം അതുപോലെ തന്നെ സിറാജ് പത്രങ്ങളിൽ ഈ സരിനെയും അതുപോലെ തന്നെ സന്ദീപ് വാര്യരെയും കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പരസ്യം വരുന്നത്. ഈ പരസ്യത്തിൽ BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ UDF-ലേക്ക് എത്തിയ സന്ദീപ് വാര്യർ മുൻകാലങ്ങളിൽ BJP-യിലായിരുന്നപ്പോൾ നടത്തിയ വർഗീയ പരാമർശങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പരസ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. ഒരു വർഗീയ കാർഡ് ഇറക്കിയാണ് LDF കളിക്കുന്നത് എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ പരസ്യം വന്ന അതേ പത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ എഡിറ്റോറിയൽ എന്ന രൂപത്തിൽ വിമർശനം വന്നിരിക്കുന്നത് എന്ന് മറ്റൊരു വസ്തുത. അതിനെ പത്രം അതിൻ്റേതായിട്ടുള്ള അവരുടെ നിലപാടുകൾ, പരസ്യവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഡിറ്റോറിയലിൽ പറയുന്നത് ഈ വർഗീയ ധ്രുവീകരണത്തിന്, വർഗീയ വിഭജനത്തിനുള്ള ശ്രമം LDF-ന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അത് ജനം തിരിച്ചറിഞ്ഞു. അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി. അത് LDF മനസ്സിലാക്കണം, തിരുത്താനുള്ള ശ്രമം ഉണ്ടാവണം എന്നീ കാര്യങ്ങളെല്ലാമാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോലെ തന്നെ ചേലക്കരയിലെയും വിഷയങ്ങൾ ഈ ഒരു എഡിറ്റോറിയലിൽ പറഞ്ഞു പോകുന്നുണ്ട്. ചേലക്കരയിൽ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്നതിനെപ്പറ്റിയും ചിന്തിക്കണം. ഇതേ വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം എല്ലാ മേഖലയിലും, ഈ തിരഞ്ഞെടുപ്പ് നടന്ന എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ചേലക്കരയിൽ വോട്ട് കുറഞ്ഞതും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചിട്ട് പോലും 3-ാം സ്ഥാനത്തേക്ക് തന്നെ LDF പാലക്കാട് പിന്തള്ളപ്പെട്ടതും ഇക്കാരണങ്ങൾ കൊണ്ടാണ് എന്ന വിമർശനമാണ് സമസ്ത മുഖപത്രം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധന LDF നടത്തേണ്ടതുണ്ട്, സർക്കാർ നടത്തേണ്ടതുണ്ട്. ഈ വർഗീയ കാർഡ് ഇറക്കിയുള്ള ഇത്തരം പ്രചാരണങ്ങൾ, ഇത്തരം കളികൾ അത് വരും കാലങ്ങളിൽ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പരിശോധന LDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന വിമർശനവും ഒരു മുന്നറിയിപ്പുമാണ് സമസ്ത മുഖപത്രം നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല ബെൻസൺ, ഈ പറഞ്ഞതുപോലെ ഈ പത്രങ്ങളിൽ വന്ന പത്രപരസ്യമൊക്കെ ഏശിയിരുന്നെങ്കിൽ, പത്രപരസ്യമൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ, CPM പറയുന്ന പോലെ ന്യൂനപക്ഷ വർഗീയതയോ ഭൂരിപക്ഷ വർഗീയതയോ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വിജയം UDF ലഭിക്കുമായിരുന്നില്ലല്ലോ. അതെ സേതുലക്ഷ്മി, കൃത്യമാണ്. ഈ വർഗീയതയെക്കുറിച്ചുള്ള ഈ ഒരു പരാമർശങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. വർഗീയത, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഉണ്ട്. ഇതിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രചാരണം, അതിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അടക്കം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരം കാർഡ് ഇറക്കിയുള്ള പ്രചാരണങ്ങളോ അല്ലെങ്കിൽ അത്തരം തന്ത്രങ്ങളോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിലപ്പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തുണ്ടായ ആ തിരിച്ചടി ഏത് രീതിയിൽ, അതായത് മുസ്ലിം സമുദായത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമം LDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു, സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ തിരിച്ചടി, അതിന് മറ്റൊരു രീതിയിൽ മറുപടി നൽകാൻ, അല്ലെങ്കിൽ അതേ കാർഡിനെ തന്നെ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പുകളെ പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു LDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് കൃത്യമായും ആ ഒരു സ്ട്രാറ്റജിയും കൃത്യമായി തന്നെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതേ കാര്യം തന്നെ ഈ വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെ പരിശ്രമങ്ങൾ LDF നടത്തി, എന്തെല്ലാം വിവാദങ്ങൾ ഇറക്കാനുള്ള ശ്രമം ഉണ്ടാക്കി, എന്തെല്ലാം പ്രചാരണ രംഗത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇറക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ ഇവയൊന്നും തന്നെ വിലപ്പോകുന്ന ഒരു കാഴ്ച ഉണ്ടായില്ല. കാരണം ജനങ്ങൾ ബോധവാന്മാരാണ്. കൃത്യമായും ഈ വർഗീയതയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങളെ സംബന്ധിച്ച്, വർഗീയ വിഭാഗീയതയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം എവിടെ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു കാര്യത്തിൽ. ഇതൊക്കെ പറയുന്ന പോലെ ഇത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾ വർഗീയതയ്ക്ക് ഒട്ടും സ്ഥാനം കൊടുക്കാത്ത മനുഷ്യരുമാണ്. അതുതന്നെയാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കണ്ടതും. ഈ പറഞ്ഞതുപോലെ വർഗീയ ധ്രുവീകരണമൊക്കെ കാരണമായിട്ടുണ്ടെങ്കിൽ
ഏശിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറുവശത്ത് BJPക്ക് വോട്ട് കൂടേണ്ടതാണ്. ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഇവിടെ വർഗീയതയോ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ ഒന്നും മണ്ഡലത്തിൽ ഏശിയിട്ടില്ല എന്നും ഉള്ള കാര്യം വളരെ വ്യക്തമാണ്. തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം പോലും കത്തി നിന്ന ഒന്നായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി വിവാദം. CPM സാമുദായിക വിഭജനം ഉണ്ടാക്കി എന്നുള്ള വിമർശനമൊക്കെ അതിന് ഉള്ളൊരു മറുപടിയാണ് ഇന്നിപ്പോൾ സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ.